എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശനോട് മണിശങ്കർ ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ എന്തിനാ വന്നത് എന്ന്. അന്നേരം മുത്തശ്ശൻ ഞാൻ പിന്നെ പറയാമെന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് അവരൊരു അനാഥാലയം നടത്തുവാണ് എന്ന്. അന്നേരം മണിശങ്കർ പറയും അത് അവരെന്നോട് പറഞ്ഞായിരുന്നു എന്ന്. എന്നിട്ട് മുത്തശ്ശൻ പറയും എല്ലാ വർഷവും ഞാൻ അവരെ എന്തെങ്കിലും പൈസ കൊടുത്ത് സഹായിക്കാറുള്ളതായിരുന്നു. ഇപ്പോൾ 5-6 വർഷമായിട്ട് ഒന്നിനും സാധിക്കുന്നില്ല. അതുകൊണ്ട് അവരെ ഒന്ന് സഹായിക്കണോ എന്തെങ്കിലും കൊടുത്ത് എന്ന് പറയുമ്പം മണിശങ്കർ ചോദിക്കുന്നുണ്ട് അതിന് മുത്തശ്ശൻ്റെ ഈ പൈസ ഉണ്ടോ എന്ന്. അന്നേരം പറയും കുറച്ച് പൈസയുണ്ട്, അതിൽ കൂടുതൽ വേണ്ടി വന്നാൽ നീ എന്നെ ഒന്ന് സഹായിച്ചേക്കണം എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയും ഈ പ്രാവശ്യം നേരിട്ട് കൊണ്ട് കൊടുക്കണമെന്ന്. അന്നേരം മനുഷ്യങ്ങൾ ചോദിക്കും ഈശ്വര അത്രയും ദൂരം യാത്ര ചെയ്യാനോ മുത്തശ്ശൻ, അതൊന്നും ഇവിടെയുള്ളവർ സമ്മതിച്ച് തരില്ല എന്ന് പറയുമ്പം ഇവിടെയുള്ള ആരും അറിയണ്ട, ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് പോകാം, എന്നിട്ട് പോയി കണ്ടിട്ട് വരാം എന്ന് പറയുമ്പം മനുഷ്യങ്ങൾ അങ്ങ് സമ്മതിക്കും കേട്ടോ. എന്നിട്ട് പറയും എന്നാണ് എന്ന് നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതി, ആ ദിവസം ഞാൻ ലീവ് എടുക്കാം എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് കടവും കടപ്പാടും എല്ലാം തീർക്കണം, അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെ മരിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് അതിന് മുത്തശ്ശന് കടങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുവാണ് കടങ്ങളൊന്നുമില്ല, പക്ഷേ ചില തെറ്റുകൾ ചെയ്തതായിട്ട് തോന്നുവാണ്. മുന്നോട്ടുള്ള ജീവിതം ഇവിടെ വരെ എത്തി നിൽക്കുമ്പം പിന്നോട്ട് നോക്കുമ്പം ചെയ്ത പലതും ശരിയല്ലായിരുന്നു എന്നും ആ രീതിയിലല്ലാതെ ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ കാലം കടന്നുപോയി, ഇനി ഒരിക്കലും അത് തിരുത്താൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം മനു പറയുന്നുണ്ട് എല്ലാവരുടെയും ജീവിതം അങ്ങനെയാണ് മുത്തശ്ശ, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കാത്ത ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് തെറ്റുകൾ അങ്ങനെ എല്ലാവരും ചെയ്യാറില്ല, ശരികൾ മാത്രം ചെയ്യുന്ന പുണ്യാത്മാക്കളും ഉണ്ട്. അങ്ങനെ ഒരു സ്ത്രീയാണ് ഇന്നിവിടെ വന്നിട്ട് പോയത് എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷമത്തോടെ നിൽക്കുക കേട്ടോ മുത്തശ്ശൻ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയെയും അലീനയാണ്. രണ്ടുപേരും ബ്രിജിത്താമ്മ വന്നില്ലല്ലോ എന്ന് കരുതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. രാത്രി ഒരുപാട് വൈകി അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഓട്ടോയിൽ ബ്രിജിത്താമ്മ വരുന്ന കാണും. ഓടിച്ചെല്ലും. എന്നിട്ട് വാ എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുക, തീരെ വയ്യ, ഒരുപാട് ദൂരം യാത്ര ചെയ്തതല്ലേ. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഓട്ടോക്കാരന് പൈസ കൊടുക്കും, അയാളത് വാങ്ങിക്കില്ല. അന്നേരം ബ്രിജിത്താമ്മ പറയുന്നുണ്ട് നിനക്കും കുടുംബം കഴിയേണ്ടതല്ലേ, ഇത് മേടിക്കുക എന്ന് പറയുമ്പം ഇവിടുത്തെ ചോറ് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാതാകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നോളാം എന്ന് പറയും. എന്നിട്ട് വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുക. അന്നേരം പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ, ഞാൻ പൈസ മേടിച്ചില്ല എന്ന് കരുതി വിളിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്താണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാണ് ബ്രിജിത്താമ്മയ്ക്ക്. അവരകത്തോട്ട് കയറി ചെല്ലുന്നെങ്കിലും തീരെ പയ്യ അങ്ങ് വേയിച്ചു പോവാണ് അമ്മ. അന്നേരം എന്താ ഇങ്ങനെ ഇവിടുന്ന് പോയ പോലെയല്ല, തീരെ ക്ഷീണിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കുന്നത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരോട് പിടിച്ചിരുത്തും. അന്നേരം രേവതിക്കുട്ടിയോട് ഇത്തിരി ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയുവാണ് അമ്മ. രേവതി അങ്ങ് പോയി കഴിയുമ്പം അലീനെ ചോദിക്കുന്നുണ്ട് ഇന്ന് എവിടെയാണ് പോയത്, ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പം അത് സാരമില്ല, വളരെ വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് പോയത്, അങ്ങ് പാലായിൽ കൈതയ്ക്കൽ തറവാട് എന്നൊരു തറവാട്ടിലേക്കാണ് പോയത്, അവിടുത്തെ കുഞ്ഞിരാമമേനോൻ എന്ന് പറയുന്ന ആളെ കാണാനാണ് പോയത് എന്നൊക്കെ ബ്രിജിത്താമ്മ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങോട്ട് ചിന്നുമോൾ ഓടി വരും കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ പോയതായിരുന്നു, ഞാൻ ഇവിടെ എല്ലാം അന്വേഷിച്ചു എന്നിട്ടും കണ്ടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം എല്ലാവരെയും സുരക്ഷിതമായ കൈകളിലേക്ക് എത്തിക്കണ്ടേ മോളെ, എൻ്റെ ഈ പൊന്നു മോളെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടിങ്ങനെ മടി കയറ്റി വെച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുക കേട്ടോ. അന്നേരം അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അലീനയ്ക്ക് ഭയങ്കര സങ്കടം. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് ഇവിളെയും എന്നിങ്ങനെ പറഞ്ഞിട്ട് നിർത്തുവാണ് ആ സങ്കടത്തോടെ. അന്നേരം ബ്രിജിത്താമ്മയ്ക്കും സങ്കടമുണ്ട്, പക്ഷേ ഇങ്ങനൊരു കാര്യം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് കാണിക്കുന്ന കരുണാലയം എന്ന് പറയുന്ന ഒരു അനാഥാലയത്തിൽ നിന്ന് അവർ ഇവിടുന്ന് ആൾക്കാരെ ഏറ്റെടുക്കാൻ വേണ്ടി വന്നിട്ട് പറയും എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ 6 പേരെന്തേ അവരോട് വരാൻ പറ എന്ന് പറയും. അന്നേരം ബ്രിജിത്താമ്മ പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാട്ടോ, ബുദ്ധിമുട്ടിച്ചു എന്ന് തോന്നരുത്, ഇനി എനിക്ക് എത്ര കാലം ആയുസുണ്ടെന്ന് അറിയില്ല, അതുകൊണ്ടാണെന്ന് പറയുമ്പം അതൊന്നും സാരമില്ല, ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ ഏറ്റെടുത്തേനെ, പക്ഷേ അതിനുള്ള സൗകര്യം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയും. അന്നേരം ബ്രിജിത്താമ്മ അലിനെയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവരോടെല്ലാം വരാൻ പറയാൻ. അപ്പം പോകാൻ വേണ്ടി നിൽക്കുന്നവരെല്ലാം റെഡിയാകുവാണ്, അവരുടെ ബാഗെല്ലാം എടുത്തു വയ്ക്കുന്നു, മരുന്നൊക്കെ എടുത്തു വയ്ക്കുന്നു. അന്നേരം അവർക്കൊക്കെ ഭയങ്കര സങ്കടമാട്ടോ. അലീന എന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരപ്പച്ചനെ റെഡിയാക്കുക, ബാഗൊക്കെ എടുത്തു വയ്ക്കുക. അന്നേരം ആകെ സങ്കടപ്പെട്ട് കരയുവാണ്, എനിക്കിവിടെ കിടന്നങ്ങ് മരിച്ചാൽ മതിയായിരുന്നു, ബ്രിജിത്താമ്മ ഇല്ലാത്തടത്തേക്ക് പോകുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടമാണ് എന്ന് പറയുമ്പം അലീന പറയും അപ്പച്ചൻ ഇങ്ങനെ സങ്കടപ്പെടുകയൊന്നും വേണ്ട, അവിടെയും നല്ല ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ ആരുണ്ടെന്നാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും കരഞ്ഞുകൊണ്ടാട്ടോ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ എല്ലാവരും ഇറങ്ങി വരുന്നു. അന്നേരം ബ്രിജിത്താമ്മ പുറത്ത് നിന്ന് ആ കരുണാലയത്തിൻ്റെ ഓണറോട് പറയുന്നുണ്ട് വേറെയും കുറേ അനാഥാലയങ്ങളിലേക്ക് 2 പേരെയും 5 പേരെയും ഒക്കെ വെച്ച് മാറ്റിയിട്ടുണ്ട്, ഇനി കുറച്ച് പേരുണ്ട്, അവർ കിടപ്പ് രോഗികളാണ്, അവരെയും ഏതെങ്കിലും കരങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഇറങ്ങി ചെല്ലുന്നത്. എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്, കെട്ടിപ്പിടിച്ച് സങ്കടം പറഞ്ഞിട്ടാണ് എല്ലാവരും വണ്ടിയിൽ കയറി പോകുന്നത്. അവരങ്ങ് പോയി കഴിയുമ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് ബ്രിജിത്താമ്മ ഇനി നമ്മൾ അവരെ ആരെങ്കിലും കാണുമോ എന്ന് ചോദിക്കുമ്പം സങ്കടത്തോടെ ഇല്ല എന്ന് പറയുവാണ് അമ്മ.
ഈ സമയം നമ്മുടെ മിഥുനും മുത്തശ്ശനും കൂടി അനാഥാലയത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ട്രെയിൻ പോകാൻ വേണ്ടി വണ്ടി പിടിച്ചിരുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെയാണോ മുത്തശ്ശ സ്ഥലം, മറന്നുപോയിട്ടൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം അങ്ങനെ മറക്കാൻ പറ്റുന്ന സ്ഥലമല്ല ഇത് എന്ന് പറയും. ഏതായാലും അവർ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും മനുവിന് ഭയങ്കര ആകാംക്ഷ, ഇതാണോ ആ ബ്രിജിത്താമ്മ പറഞ്ഞ അനാഥാലയം എന്ന് ചോദിക്കുമ്പം അതേ എന്ന് പറയും. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല സ്ഥലമാണല്ലോ എന്നൊക്കെ മനു പറയുന്നുണ്ട്. ഏതായാലും ഇവരെ കാണുമ്പോഴേക്കും ബ്രിജിത്താമ്മ ഇറങ്ങി വരും. എന്നിട്ട് അയ്യോ വരൂ എന്നൊരു വാക്ക് പറഞ്ഞില്ലായിരുന്നല്ലോ, പറഞ്ഞെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പം അതൊന്നും സാരമില്ല, വീട്ടിലും ആരോടും പറഞ്ഞിട്ടില്ല, ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാണ് നേരെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ എന്നാലും ഒന്ന് പറയാമായിരുന്നു എന്ന് പിന്നെയും പറയും കേട്ടോ ബ്രിജിത്താമ്മ. അന്നേരം അങ്ങോട്ടും പറയാതെയല്ലേ വന്നത്, അതുപോലെ അങ്ങ് കണക്കാക്കിയാൽ മതിയെന്ന് മനു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഏതായാലും അവരകത്തോട്ട് കയറി ചെല്ലുന്നു. ചെന്ന് കഴിയുമ്പോൾ അങ്ങ് ഇരിക്കാൻ പറയും ബ്രിജിത്താമ്മ. അന്നേരം ഇത്രയും നേരം ഇരിക്കുമായിരുന്നു, ഇനി ഇരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്നാൽ അകത്തുള്ള അവരെയൊക്കെ കാണാം എന്നിങ്ങനെ പറയുന്നുണ്ട് ബ്രിജിത്താമ്മ. അന്നേരം ചോദിക്കൂട്ടോ, എന്താ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലേ, ആരെയും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം ബ്രിജിത്താമ്മ പറയുന്നുണ്ട്, എല്ലാവരെയും ഓരോ സ്ഥലത്തോട്ട് മാറ്റിക്കൊണ്ടിരിക്കുവാണ്, എനിക്കിനി ഒരുപാട് നാൾ ആയുസില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശനകത്തേക്ക് കാണാൻ പോകുമ്പോൾ മനുവും കൂടെ ചെല്ലാന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ പോയി കണ്ടിട്ട് വരാം, നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശനകത്തോട്ട് കയറി ചെല്ലുന്നത്. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ബ്രിജിത്താമ്മയോട്, ഞാൻ ആരാണ് എന്ന് ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അന്നേരം ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതേതായാലും നന്നായി എന്ന് പറയുന്നു. ഈ സമയം അവിടെ കിടപ്പ് രോഗികളുണ്ടല്ലോ, അവർക്ക് പുറത്ത് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അലീന. അവരുടെ മനസ്സിലെ വിഷമങ്ങളെല്ലാം പോകാൻ പാകത്തിന് അവരെ ആശ്വസിപ്പിച്ച് പയ്യെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണ് ഓരോന്നും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് അങ്ങോട്ടേക്ക് ബ്രിജിത്താമ്മ ചെല്ലുന്നത്. എന്നിട്ട് മോളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആരാണ് എന്ന് ചോദിക്കും. അന്നേരം ഒരാളുണ്ട്, മോളെ ഏതായാലും പ്രയർ റൂമിലേക്ക് വാ എന്ന് പറയും. അന്നേരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ വന്നിട്ട് ചെയ്യാട്ടോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുവാണ്. ഈ സമയം പ്രയർ റൂമിൽ വന്നിരിക്കുന്ന മുത്തശ്ശനോട് ബ്രിജിത്താമ്മ പറയുന്നുണ്ട്, അവളൊരു നല്ല കുട്ടിയാണ്, അവളെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോകണം കേട്ടോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അന്നേരം മുത്തശ്ശൻ്റെ മുഖത്തൊരു വിഷമമാണ് കേട്ടോ. ഏതായാലും അങ്ങനെ അലീന അങ്ങോട്ട് വരുന്നു. അലീനെ കാണുന്നത് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ ഇരുന്നിടത്തുനിന്ന് പോയി എഴുന്നേറ്റ് പോവാണ്. മുത്തശ്ശൻ ഇങ്ങനെ കണ്ണ് നിറച്ച് കാണില്ല, അതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അന്നേരം അലീനയ്ക്കൊരു സംശയം, ഇതാരാ ബ്രിജിത്താമ്മ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, ഇതാണ് കൈതിക്കൽ വീട്ടിലെ കുഞ്ഞിരാമ മേനോൻ എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ആകാംക്ഷയോട് നോക്കുക കേട്ടോ അലീന. അന്തേക്കും അലീന വേണ്ടപ്പെട്ട ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാല് തൊട്ടി അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ഏതായാലും അനുഗ്രഹം കൊടുക്കുന്നു. തലയിൽ കൈവച്ചിട്ട് മോളുടെ പേരെന്താണെന്ന് ചോദിക്കും. അലീന എന്നാന്ന് പറയുമ്പം സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട് മുത്തശ്ശൻ. അത് കഴിഞ്ഞ് ബ്രിജിത്താമ്മ പറയും, എന്തെങ്കിലും കുടിക്കാൻ എടുക്കും മോള്, അതുപോലെ ഓഫീസ് റൂമിൽ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ എന്ന് പറയും. അലീന പിന്നെ മനുവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നതാണ് കാണുന്നത്. മനു അവിടെ ഇരിക്കുന്ന ഓരോ ഫോട്ടോസൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പം കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ട് സാർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അലീനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.